എടാ മോനെ, നിങ്ങൾ ടൂറ് പോയപ്പോഴേ ആ അനന്തു ലേഖ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളോ? വേറെ ആരും ഞങ്ങൾക്കൊപ്പം വരാനാ? അല്ല, മാർക്കോയും അവന്റെ ഒരു കൂട്ടുകാരനും ഒക്കെ ഉണ്ടല്ലോ, അവര് വന്നോന്നാ ഞാൻ ചോദിച്ചത്. ആ സാഗർ വന്നില്ലാന്ന് എനിക്കറിയാം. ആരുടെ കൂടെ ഞങ്ങൾ ടൂറിന് പോകുന്നതെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ പോയത്. പിന്നെ ഇനി ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യം എന്താ? അല്ല, അവൾക്കിപ്പോഴേ തല ചുറ്റലും മനം പുരട്ടലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടെന്താ? അല്ല, അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാ, എടാ കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ, അവൾക്കും അമ്മയാവണോന്നൊക്കെ കാണില്ലേ? അതുകൊണ്ട് കുടുംബത്തിനകത്തുള്ള അമ്മമാരെ പല സാഹചര്യത്തിലൂടെയും കടന്നു പോകുന്നവരാ. അവർക്ക് പരിചയസമ്പത്തുണ്ട്, അനുഭവവും ഉണ്ട്. മോനെ, അതിന്റെ വെളിച്ചത്തില് പലതും സംസാരിച്ചെന്ന് വരും. എടാ, നിന്റെ ഭാര്യ ഇപ്പൊ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ അത്ര നല്ല ലക്ഷണങ്ങളല്ല. അത് അയാൾ ഞാൻ സഹിച്ചാ പോരെ, അതിനമ്മയ്ക്കെന്താ? എനിക്കൊന്നുമില്ല, പിന്നെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എടാ, പിന്നെ നീ ആ തോമസ് വൈദ്യന്റെ വീട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് അവളുമായിട്ട് പോയായിരുന്നോ? അതിന്റെ ആവശ്യം വേണ്ടി വന്നില്ല. തോമസ് വൈദ്യരെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അദ്ദേഹത്തിന്റെ മരുന്നും. എടാ, അതല്ല, ഇതുപോലെ പെൺകുട്ടികൾക്കേ ഓക്കാനോ ഒക്കെ ഉണ്ടാവുമ്പോ ഏതെങ്കിലും ഒരു ലേഡി ഡോക്ടറെ പോയി കാണുന്നതല്ലേ നല്ലത്. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? എടാ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇനിയൊന്നും പറയുന്നുമില്ല. ദേ, നിങ്ങളായി നിങ്ങളുടെ പാടായി. എടാ മോനെ, പിന്നെ അത് കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ചാ മതിയായിരുന്നു. അല്ല, അവളുടെ പേരിലേക്ക് മാറ്റിയാ മതിയായിരുന്നു എന്ന്. ഇടിപിടിയൊന്നും വേണ്ടായിരുന്നു. ഒരു 7-8 കൊല്ലമെങ്കിലും ജീവിച്ചിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്താ പോരായിരുന്നോ? അത് എന്റെ തീരുമാനാ. എന്റെ തീരുമാനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. അർഹതയുള്ള കൈകളിലേക്ക് തന്നെയാ ഞാൻ പലതും കൈമാറ്റം നടത്തിയിരിക്കുന്നത്. അർഹതയില്ലാത്തവർക്കൊന്നും കൊടുത്തിട്ടുമില്ല. അതിനൊക്കെ നീ അനുഭവിക്കാതിരുന്നാ കൊള്ളാം. അനുഭവിച്ചാനെ. ഇവിടെ പലരുടെയും പേരിൽ എല്ലാം എഴുതി കൊടുത്തിരുന്നെങ്കിൽ. ഇതിപ്പോ അയാളുടെ പേരിൽ എന്തെഴുതി കൊടുത്താലും അയാൾ അത് ദുരുപയോഗം ചെയ്യില്ല. ഇപ്പൊ ഈ വീട് ഞങ്ങൾ രണ്ടുപേരുടെയും പേരിലാ. ഞാൻ അയാളുടെ പേരിലേക്ക് ആക്കിയാൽ പോലും ഈ വീട്ടിൽ എനിക്ക് അധികാരത്തോടെ താമസിക്കാം. മറിച്ച് അമ്മയുടെ പേരിലാണ് ഞാൻ ഈ വീട് എഴുതി തരുന്നതെങ്കിൽ ഇവിടുന്ന് ആദ്യം പുറത്താകുന്നത് ഞാനും മഹിയായിരിക്കും. അങ്ങനെയെങ്കിൽ എന്റെ ഭാര്യയുടെ കൈയും പിടിച്ച് എനിക്ക് ഇറങ്ങേണ്ടി വരും. അതറിയാവുന്നോണ്ടാ എന്റെ കുടുംബവും ബിസിനസ്സും സ്വത്തുക്കളും എല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന എന്റെ ഭാര്യയുടെ പേരിലേക്ക് ഞാൻ പലതും മാറ്റിയത്. മാറ്റിക്കോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതും കൂടി അങ്ങ് മാറ്റിയേക്ക്. എല്ലാം കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഇനി അവക്കൊരു കുഞ്ഞുകൂടി ജനിച്ചാലും അതിനൊപ്പം സ്വസ്ഥമായിട്ട് ആരെങ്കിലും കെട്ടി ജീവിക്കാവല്ലോ. ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് മേലിൽ ഈ മുറിയിലേക്ക് കയറി വരരുത്. അത് അമ്മയായാലും ശരി. ഇല്ലടാ, ഞാൻ കയറി വരുന്നില്ല. നീയേ അവളെ എടുത്ത് തലയിൽ വെച്ചോ.